എൻ്റെ എല്ലാ കോഡിംഗ് നോളജും ലോസ് ആയി എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 2025 ഞാൻ എങ്ങനെ എൻ്റെ കോഡിംഗ് സെറ്റാക്കും, ഒരു ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ ഞാൻ എങ്ങനെ ആവുമെന്നാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് റോഡ് മാപ്പാണ്. നമ്മൾ കോഡിംഗ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പല ടേംസും കേൾക്കും. റിയാക്ട്, നോഡ്, ആംഗുലർ, ജാവാസ്ക്രിപ്റ്റ്, ഡോം മാനിപ്പുലേഷൻ, അങ്ങനെ പലതും കേൾക്കും. ഇതൊക്കെ എന്താണെന്ന് പെർഫെക്റ്റ്ലി പറഞ്ഞുതരാം. ഔട്ട്ഡേറ്റഡ് അല്ലാത്ത കുറേ തിയറീസും കാര്യങ്ങളും പഠിക്കാതെ കോളേജസിൽ പഠിപ്പിക്കും പോലെ വെറുതെ എന്തെങ്കിലും തിയറീസ് പറയുന്ന കാര്യമല്ല പറയുന്നത്. പ്രാക്ടിക്കലി എങ്ങനെ ഇത് സെറ്റാക്കാമെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്യുക. ഒരു 5 കാര്യമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനാണ്. ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഫൗണ്ടേഷനാണ്. നമ്മൾ എത്ര മുകളിലോട്ട് പോയാലും ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് ഫൗണ്ടേഷൻ വേണം നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാൻ. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കുറേ തിയറീസ് ഉണ്ട്. തിയറീസ് മീൻസ് കുറേ ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതൊക്കെ പഠിച്ചെടുക്കാനുണ്ട്. ക്ലയൻറ്റ് സെർവർ റിലേഷൻ എന്താണ്, ബാക്ക് എൻഡ് ഡെവലപ്പർ ആരാണ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആരാണ്, ഇങ്ങനെ കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ ഞാൻ എന്തായാലും പിന്നീട് ഇടാം. പല ഫ്രെയിം വർക്ക് പഠിക്കുന്നു, പല ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ത് യൂസ് ചെയ്താലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവിടെ യൂട്ടിലൈസ് ആവുന്നത് HTML, CSS, ജാവാസ്ക്രിപ്റ്റും ആണ്. എന്താണ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് എന്നൊന്ന് ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളൊരു വീട് വയ്ക്കുന്നു, ആ വീടിൻ്റെ നമ്മൾ കട്ട കെട്ടുന്നു, സ്ട്രക്ചർ, താബൂക്ക്, അതുപോലെ തന്നെ സ്ലാബ് ഇടുന്നു, ഇതെല്ലാം HTML ആണ്. അതായത് ഒരു വീടിൻ്റെ സ്ട്രക്ചർ HTML ആണ്. ഇതിന് നമ്മൾ കുറച്ച് പൂശുന്നു, പെയിൻ്റ് അടിക്കുന്നു, പുട്ടിയിടുന്നു, ഡെക്കറേറ്റീവ് ലൈറ്റ്സ് കൊണ്ടുവയ്ക്കുന്നു, ഇത് ഇതിൻ്റെ CSS ആണ്. അതായത് ആ സ്ട്രക്ചറിന് ഭംഗി കൂട്ടാൻ ചെയ്യുന്നതാണ് CSS. ഇനി ഈ ലൈറ്റ് ഓൺ ആവണം, സ്വിച്ച് വയ്ക്കുക, ലൈറ്റ് ഓൺ ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ജാവാസ്ക്രിപ്റ്റ് ഫസ്റ്റേ തൊടണ്ടെന്ന്. കാരണം ഇതാണ്, HTML പഠിക്കുക, CSS പഠിക്കുക. HTML എന്ന് പറയുമ്പോൾ കോർ HTML പഠിക്കുക. എല്ലാവരും HTML സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് നോക്കത്തില്ല. കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് സ്ട്രക്ചർ യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഓരോ എലമെന്റ്സ് എവിടെ യൂസ് ചെയ്യണം, ടാഗ് എവിടെ യൂസ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇത് യൂസ് ചെയ്ത് 1-2 വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നോക്കുക. പോർട്ട്ഫോളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ ഹോം പേജ്, ഇതുപോലെ 1-2 വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് HTML, CSS പെർഫെക്റ്റ് ആക്കാൻ പറ്റും. ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് എല്ലാം പെർഫെക്റ്റ്ലി ഫ്രീ ആയിട്ട് യൂട്യൂബിൽ പലയിടത്തുണ്ട്. അത് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ശേഷം മാത്രം ജാവാസ്ക്രിപ്റ്റ് നോക്കുക. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത് ബ്രൗസറിൽ റൺ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് ഇനിഷ്യലി. അപ്പോൾ ഒരു കോഡിംഗ് നോളജും പ്രീവിയസ് എക്സ്പീരിയൻസും ഇതിലില്ലാത്തവർ എന്തായാലും കോഡിംഗ് കൺസെപ്റ്റുകൾ പഠിക്കുക. അറേ എന്താണ്, ലൂപ്പ് എന്താണ്, വേരിയബിൾ എന്താണ്, മെമ്മറി സ്പേസിൽ എങ്ങനെയാണ് ഒരു വേരിയബിൾ സ്റ്റോർ ആവുക, ടൈപ്പ് ഓഫ് വേരിയബിൾസ്. CPP പോയി പഠിക്കുന്നവരുണ്ട്, ജാവയിൽ പോയി പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പെട്ടെന്നൊരു വെബ് ഡെവലപ്പർ ആവാൻ വേണ്ടി എന്തുകൊണ്ടും ജാവാസ്ക്രിപ്റ്റിൽ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മതി. ഒരു പ്രശ്നവുമില്ല. ജാവാസ്ക്രിപ്റ്റിൽ തന്നെ ഈ കൺസെപ്റ്റ് പഠിച്ചു തുടങ്ങുക. അതിനുശേഷം ഇതെല്ലാം യൂസ് ചെയ്ത് കുറച്ച് അസൈൻമെന്റ്സ് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റ് മാത്രം വെച്ച് ഒരു അസൈൻമെന്റ്സ് ചെയ്യുക. ഒരു ഹിതേഷ് ചൗധരി എന്ന് പറഞ്ഞൊരു യൂട്യൂബറൊക്കെ ഉണ്ട്. പുള്ളിയുടെ വീഡിയോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആണ്. ഈ ബേസിക് കൺസെപ്റ്റ് തീരുമ്പോൾ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. മൂന്നാമതായി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിലോട്ടുള്ള ഒരു നടന്നുകയറ്റം. എല്ലാവരും ഫുൾ സ്റ്റാക്കിലോട്ട് പോകുമ്പോൾ 5-6 ഫ്രെയിം വർക്കുകൾ നോക്കി അതും ഇതും നോക്കി എല്ലാത്തിലും കൺഫ്യൂസ് ആവും. ഒരിക്കലും 5 ഫ്രെയിം വർക്കൊന്നും എടുത്ത് ഒരുമിച്ച് വെക്കരുത്. അത് ട്രെയിനിന്റെ മുമ്പിൽ തല വയ്ക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഡീപ്ലി നോക്കുക. നമ്മൾ ആൾറെഡി ജാവാസ്ക്രിപ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇനി ജാവാസ്ക്രിപ്റ്റ് കുറച്ച് ഡീപ്പായിട്ട് നോക്കുക. ഈവന്റ് ലൂപ്പ്, ക്ലോഷർ, ഹോയിസ്റ്റിംഗ്, ES6 കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അത് ആരോ ഫങ്ഷൻസ്, കോൾ ബാക്ക്, പ്രോമിസ്, ഇങ്ങനെ കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. ഇത് ഒന്ന് ഡീപ്ലി നോക്കുക. എങ്ങനെ ഇത് ഓരോന്നും വർക്ക് ചെയ്യുന്നു, എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്, സ്കോപ്പ് എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് ചെയിനിങ് എന്താണ്. അതിനുശേഷം റിയാക്റ്റിലോട്ട് കയറുക. റിയാക്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് നമ്മൾ HTML, CSS ചെയ്തല്ലോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരേപോലത്തെ ഒരു ഏരിയ 10 പ്രാവശ്യം വന്നെന്ന് വെച്ചോ, നമുക്കത് 10 പ്രാവശ്യം കോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ റിയാക്റ്റിലാണെന്ന് വെച്ചാൽ നമുക്കത് കോമ്പണന്റ് ബേസ്ഡ് ആയിട്ട് തിരിച്ചിട്ട് ഇത് 10 പ്രാവശ്യം ഡേറ്റ മാത്രം നമ്മൾ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കോഡ് തന്നെ പല പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. വാനില JS അല്ലെങ്കിൽ നമ്മൾ പ്യുവറായിട്ട് ജാവാസ്ക്രിപ്റ്റിലും HTML, CSS എഴുതുന്നതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ റിയാക്റ്റിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, എന്തുകൊണ്ട് റിയാക്ട് പഠിക്കണം? റിയാക്ട് പോലെ തന്നെ ഒരുപാട് വേറെയും ഉണ്ട്. Vue.js ഉണ്ട്, ആംഗുലർ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം ആംഗുലറിലോട്ടൊക്കെ പോവാത്തതിന് കാരണം അത് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും. റിയാക്ട് ആകുമ്പോൾ നല്ല പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത്.
ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എയർബിഎൻബി ഇങ്ങനത്തെ കമ്പനികളുടെ വെബ്സൈറ്റ്സിന്റെ UIs ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് റിയാക്റ്റിൽ തന്നെയാണ്. അതുപോലെ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ, സ്റ്റേറ്റ്, അങ്ങനെ കുറെ കൺസെപ്റ്റുകളുണ്ട് റിയാക്റ്റിന്. കുറച്ച് ഫണ്ണായിട്ട് പഠിക്കേണ്ട കുറച്ച് ഹുക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് തീർന്നതിന് ശേഷം ചെറിയ പ്രൊജക്ട്സ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് പഠിച്ചാലും അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ ഒരു നോട്ട് ടേക്കിംഗ് ആപ്പോ അല്ലെങ്കിൽ അത് ആൾറെഡി ചെയ്തല്ലോ, ഒരു ടു ഡു ലിസ്റ്റ് തന്നെ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉള്ള, ഇപ്പൊ നമുക്ക് ടിക്കിടുന്നതിന് പുറത്ത് അകത്ത് കുറച്ച് നോട്ട്സ് എഴുതാൻ പറ്റുന്നതും അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കാനുള്ളതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്താൽ കൊള്ളായിരിക്കും. അതായത് ടു ഡൂന്ന് എടുത്ത് നമ്മൾ ഡണ്ണിലോട്ട് മാറ്റുകയും അതെടുത്ത് പെൻഡിങ്ങിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 കോളം കൺബൻ ബോർഡ് പോലെയൊക്കെ ചെയ്താൽ, കൺബൻ ബോർഡ് എന്താണെന്ന് അറിഞ്ഞുകൂടെന്ന് വെച്ചാൽ ഇതാണ്, ഇങ്ങനെ ഈ ഒരു രീതിയിൽ കാണിക്കുന്നതാണ് കൺബൻ ബോർഡ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് പുറത്ത് ഒരു നെറ്റ്ഫ്ലിക്സ് ക്ലോണോ ആമസോൺ ക്ലോണോ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഒരു വെതർ ആപ്പോ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ API നിന്ന് നമുക്ക് API എഴുതണത് എങ്ങനെയാണെന്ന് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു എക്സ്റ്റേണൽ API എങ്ങനെ ഡേറ്റ എടുത്ത് റിയാക്റ്റിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ പഠിക്കുക. ഇപ്പം ഞാൻ ഒരു നെറ്റ്ഫ്ലിക്സ് ക്ലോൺ പറയുമ്പോഴേ ആമസോൺ ക്ലോൺ പറയുമ്പോഴേ അത് എല്ലാവർക്കും ഒരു നെഗറ്റീവ് അസോസിയേഷൻ കാണും. എന്തിനാണ് ഈ പ്രൊജക്ട് ചെയ്യണം, എല്ലാവരും ഈ പ്രൊജക്ട് ചെയ്യല്ലേ. അതുകൊണ്ട് തന്നെയാണ് ആ പ്രൊജക്ട് ചെയ്യാൻ പറഞ്ഞത്. അതിന് ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്, അത് കണ്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കണ്ടത് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ട്യൂട്ടോറിയൽ കണ്ട് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പ്രൊജക്ട് കൊണ്ട് ഇന്റർവ്യൂക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് അത്ര അടിപൊളി പ്രൊജക്റ്റ് ഒന്നുമല്ല, പക്ഷേ നമുക്ക് ഈ കൺസെപ്റ്റ് പഠിക്കാൻ ബെസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് നെറ്റ്ഫ്ലിക്സിന്റെ ഇത് ചെയ്യാം. നമുക്ക് IMDBയുടെ API കീ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് IMDBയിൽ കിടക്കുന്ന മൂവി ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു UI ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ API വഴി നമുക്ക് ഈ മൂവീസിന്റെ റേറ്റിംഗും പേരും പോസ്റ്ററും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യും. അതിനുശേഷം അത് ഡിപ്ലോയ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ 4 ആളെ കാണിക്കുക. പറ്റുമെങ്കിൽ ലിങ്ക്ഡിൻ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതുവഴി ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഫീഡ്ബാക്ക് എടുക്കുക, വീണ്ടും അപ്ഡേഷൻ വരുത്താൻ നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതിന് ശേഷം മാത്രം ബാക്ക് എൻഡിലോട്ട് കയറിയാൽ മതി. ബാക്ക് എൻഡ് Node.js തന്നെ എടുത്തോ, Node.js എക്സ്പ്രസ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മേൺ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബൂമിംഗ് ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് കമ്പനീസ്, യൂബർ, പേപ്പാൽ, ലിങ്ക്ഡിൻ, ഈ കമ്പനീസ് എല്ലാം യൂസ് ചെയ്യുന്നത് Node.js തന്നെയാണ്. അവർക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ മിക്ക മെയിനായിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പാർട്സ് എല്ലാം ചെയ്യുന്നത് Node.js തന്നെയാണ്. Node.js റൗട്ട് ഹാൻഡ്ലിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാം. നമ്മൾ റൗട്ട്സ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബേസിക് ഫണ്ടമെന്റൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇതിലെങ്ങനെയാണ് ആ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് ആ റൗട്ട് ഹാൻഡിൽ ചെയ്യാം, എറർ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, നമുക്ക് ഇതിൽ മിഡിൽ വെയർസ് എന്താണ്, എക്സ്പ്രസ് എന്ന് പറഞ്ഞാലും മിഡിൽ വെയർ ആണ്, ഈ എക്സ്പ്രസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, എക്സ്പ്രസ് വെച്ച് എങ്ങനെ നമുക്കൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുക, സെറ്റാക്കുക. REST API ക്രിയേറ്റ് ചെയ്യാനും CRUD ഓപ്പറേഷൻസ് ചെയ്യാനും പഠിക്കുക. CRUD എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഈ 4 പ്രോസസ്സാണ് CRUD. അപ്പോൾ ഇത് ചെയ്യാൻ പഠിക്കുക. ഇതിന് ശേഷം ഒരു ഡേറ്റാബേസിനെ കുറിച്ച് പഠിക്കുക. MongoDB, ഇപ്പം NoSQL ഡേറ്റാബേസും ഉണ്ട്, SQL ഡേറ്റാബേസും ഉണ്ട്. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ SQL എന്ന് ചോദിച്ചാൽ ടാബുലർ ഫോം ആയിരിക്കും, NoSQL എന്ന് പറയുമ്പോൾ ടേബിൾ ആയിരിക്കും, അതിൽ അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. അങ്ങനത്തെ ഡേറ്റാ ഫോംസ് ആണ് NoSQL. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കമ്പനീസിലും സ്റ്റാർട്ടപ്പായിട്ട് ബൂം ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഉള്ള കമ്പനിയിലെല്ലാം NoSQL ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മേൺ സ്റ്റാക്കിലെ എമ്മും MongoDBനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ MongoDB തന്നെ പഠിക്കുക. അതിൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ എങ്ങനെ ക്യൂറി ചെയ്യാം, എങ്ങനെ നമുക്ക് ഡേറ്റ സേവ് ചെയ്യാം, റിട്രീവ് ചെയ്യാം, അല്ല ബീസൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഇത് എങ്ങനെ Node.js ഇന്റഗ്രേറ്റ് ചെയ്യാം, Node.js വഴി ഇതിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് എളുപ്പമാക്കാൻ വേണ്ടി ODM എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒബ്ജക്ട് ഡോക്യുമെന്റ് മോഡൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, Mongoose എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അത് യൂസ് ചെയ്ത് എങ്ങനെ MongoDB Node.js കണക്ട് ചെയ്യാം, ആ കാര്യങ്ങളെല്ലാം നോക്കാം. അതിനുശേഷം ഒരു e-commerce പ്രൊജക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിച്ച എന്നും വെച്ചൊരു പ്രൊജക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ബാക്ക് എൻഡ് പഠിച്ചു, ഫ്രണ്ട് എൻഡ് പഠിച്ചു, ഡേറ്റാബേസ് പഠിച്ചു. എന്തുകൊണ്ടും ഒരു e-commerce ചെയ്യാൻ നമ്മൾ റെഡിയാണ്. e-commerceും എല്ലാവരും ചെയ്യുന്ന പ്രൊജക്റ്റാണ്. പക്ഷേ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. അപ്പം നല്ലൊരു ട്യൂട്ടോറിയൽ കണ്ടുപിടിച്ച് ഒരു e-commerce പ്രൊജക്ട് ചെയ്യുക, ഫ്രണ്ട് എൻഡ് ചെയ്യുക, ബാക്ക് എൻഡ് ചെയ്യുക. അതിൽ യൂസറിന് ലോഗിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക, പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ആഡ് ചെയ്യുക, അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്യുക, അഡ്മിന് എങ്ങനെ സെയിൽസ് നടക്കുന്നു അങ്ങനത്തെ പാനൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ട്യൂട്ടോറിയൽ നോക്കി ചെയ്യുന്നു. അതിനുശേഷം എക്സ്ട്രാ ഫീച്ചേഴ്സ് ഓണായിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിരിക്കാം നമ്മുടെ ട്യൂട്ടോറിയലിൽ കണ്ടത്, നമ്മളത് 2 പേയ്മെൻറ്റ് ഗേറ്റ് വേ ചെയ്യുക. അതുപോലെ നമ്മൾ അഡ്മിൻ ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും ചെയ്തത്, നമ്മളത് 2 അഡ്മിൻ എന്നുള്ള രീതിയിൽ, അഡ്മിൻ്റെ അണ്ടറിൽ ഒരു സബ് അഡ്മിൻ വന്നിട്ട് ആ അഡ്മിന് എല്ലാ ഫീച്ചേഴ്സും കൊടുക്കരുത്, ഓർഡർ വ്യൂ ചെയ്യാൻ മാത്രമേ പറ്റാവൂ, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റരുത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഫീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക.
ചെയ്യാം. ഇപ്പൊ യൂസറിന് ക്യാഷ് ഓൺ ഡെലിവറി കാണത്തില്ല, അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഫീച്ചേഴ്സ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ഓൺ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾ റിയലി ഒരു സംഭവം ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഈ കൺസെപ്റ്റ് അറിയാം, ഒരു ട്യൂട്ടോറിയൽ നോക്കി ഒരു എൻ്റെയർ പ്രൊജക്ട് ചെയ്തു, എങ്ങനെ ഒരു എൻ്റെയർ പ്രൊജക്ട് ചെയ്യണമെന്നൊരു സ്ട്രക്ചർ മനസ്സിലാക്കി, ഇതിന്റെ പുറത്തൊരു ഫീച്ചേഴ്സും കൂടെ ചെയ്യുമ്പോൾ ഈ ഡേറ്റ നമുക്ക് ഇതിലെ കൂടെ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഇതെങ്ങനെ ഡേറ്റാ ബേസിൽ കൂടെ കൊണ്ടുപോകുന്നു, എവിടെ സ്റ്റോർ ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ ഓതന്റിക്കേഷൻ പലതരത്തിലുണ്ട്. നമ്മൾ ചിലപ്പം വീഡിയോയിൽ കണ്ട് ചെയ്തത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണതായിരിക്കാം, ഇമെയിലും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണതായിരിക്കാം. നമുക്കിതിൽ ഗൂഗിൾ സൈൻ ഇൻ കൊണ്ടുവരാൻ, ഫേസ്ബുക്ക് സൈൻ ഇൻ കൊണ്ടുവരാൻ, ആപ്പിൾ സൈൻ ഇൻ കൊണ്ടുവരാൻ എന്ത് ചെയ്യും? അതുപോലെ തന്നെ JWT ആണെന്നുണ്ടെങ്കിൽ ഈ കുക്കി എന്താണ്? അങ്ങനെ പല ഓതന്റിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കുക. ഒരിക്കലും നമ്മളിത് പെർഫെക്റ്റ് ആക്കാൻ നോക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നിർബന്ധമില്ല, പെർഫെക്റ്റ് ആക്കേണ്ടെന്നല്ല, നിർബന്ധമില്ല. കാരണം നമ്മൾ പ്രോഗ്രസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരിക്കലും പെർഫെക്റ്റ് അല്ല ആക്കേണ്ടത്. ഞാൻ തന്നെ പ്രൊജക്ട് ചെയ്ത സമയത്ത് എനിക്കൊരു ഫ്രീലാൻസിങ് പ്രൊജക്ട് വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ മേൺ സ്റ്റാക്ക് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അപ്പോൾ ആ പ്രൊജക്റ്റിന് വേണ്ടിയായിരുന്നു ഞാൻ മേൺ സ്റ്റാക്ക് പഠിച്ചെടുത്തത്. ആ പ്രൊജക്ട് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ 10 കോഴ്സ് എടുത്ത് ചെയ്യണതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആ പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടും. നമുക്കൊരു ഫീച്ചർ വേണം, ആ ഫീച്ചർ ബിൽഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് റിസർച്ച് ചെയ്യണം. പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യണം നമ്മൾ എങ്ങനെയാണ് ഈ ഫീച്ചർ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT ഉണ്ട്, ChatGPTയിലോട് ചോദിക്കുക. അത് ഹാലൂസിനേറ്റ് ചെയ്യും. പഠിക്കുന്ന സമയത്ത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ഗൂഗിളിൽ തന്നെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക, എങ്ങനെ നമുക്ക് ഈ ഫീച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ChatGPT നോക്കിക്കോ, റിലയബിൾ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഗൂഗിളിൽ കിട്ടണതും ChatGPT കിട്ടണതും ഒരുപോലെ ആണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്തോ. ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുക ഈ ഫീച്ചർ എങ്ങനെ ചെയ്യുന്നു. അപ്പം കിട്ടും ഇങ്ങനെ ഒരു മൊഡ്യൂൾ ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണം, അപ്പോൾ എങ്ങനെ ചെയ്യും? അപ്പോൾ പോയി സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, റിയാക്ട് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കൊണ്ടുവന്ന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, എറർ വരുന്നു, ഈ എറർ എടുത്ത് ഗൂഗിളിൽ ഇടുന്നു. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. 4ാമത്തെ കാര്യം, റിയൽ വേൾഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റിയൽ വേൾഡിൽ ആവശ്യമുണ്ട്, പക്ഷേ നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സ് ഒരിടവും കൊണ്ട് ഇന്റർവ്യൂവിലൊന്നും ഷോക്കേസ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. കുറച്ച് നാൾ മുമ്പൊക്കെ ആയിരുന്നു, പക്ഷേ ഒരുപാട് ഡെവലപ്പേഴ്സ് വരുമ്പോൾ അത് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഒരു 2 പ്രൊജക്റ്റ് എങ്കിലും മിനിമം ചെയ്യുക. ഒരു റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യണ 2 പ്രൊജക്ട്സ് ചെയ്യുക. ഇപ്പം ജിമ്മ് മാനേജ്മെന്റ് ആവാം, ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആവാം. ഇങ്ങനെ 1-2 പ്രൊജക്റ്റും കൂടെ ചെയ്യുക. ഇത് ഗിറ്റ്ഹബിൽ ആഡ് ചെയ്യുക, പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. ഗിറ്റ്ഹബ് തന്നെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കുക. ലിങ്ക്ഡിനിൽ ഇടുക, ലിങ്ക്ഡിൻ മാനേജ് ചെയ്യുക. ലിങ്ക്ഡിനൊക്കെ പ്രൊഫഷണലി മാനേജ് ചെയ്ത ജോബ്സ് ഒക്കെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരും. എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജോബ്സ് ഇങ്ങോട്ട് വരാറുണ്ട്. ഇങ്ങനെ ഒരു ജോബ് ഓഫർ ഉണ്ട്, റെഡിയാണോ, അവൈലബിൾ ആണോ, ജോബ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. കാരണം ലിങ്ക്ഡിൻ അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, ഡെവലപ്പേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലോട്ടൊക്കെ ജോയിൻ ചെയ്യുക. ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യുക, ട്വിറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെവലപ്പേഴ്സ് ഉള്ള ടെലിഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം പേജസ്, ഇതെല്ലാം ഫോളോ ചെയ്യുക. മീറ്റപ്സിന് പോവുക, കണക്ഷൻ ബിൽഡ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം എന്തായാലും ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ്. അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യുക. നമുക്കൊരു കാര്യം അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കറിയാവുന്നുള്ള കാര്യം അറിയാമെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു സ്കില്ലും കൂടെ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡെയിലി ഒന്ന് സംസാരിച്ച് സെറ്റാക്കുക. അതിനുവേണ്ടി പല പല ആക്ടിവിറ്റീസ് ചെയ്യുക. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒന്നും ചെയ്യണമെന്നില്ല, പക്ഷെ ഒരാളടുത്ത് 1-to-1 ആയിട്ട് സംസാരിക്കാനെങ്കിലും ഉള്ള കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. എനിക്ക് പറ്റിയൊരു വലിയ മിസ്റ്റേക്കാണ്, ഞാൻ ഇതുവരെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടില്ല. ഞാൻ പല പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്, അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. പബ്ലിക്കലി ഷെയർ ചെയ്യാൻ പറ്റാത്ത പ്രൊജക്ട്സ് ഉണ്ട്, ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഒരു കേസ് സ്റ്റഡി ആയിട്ടോ എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ പ്രൊജക്ട്സ് ആയിട്ടോ സെക്ഷൻ ആയിട്ടോ ആഡ് ചെയ്തിട്ടില്ല. നല്ലൊരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് പ്രൊജക്ട്സും കാര്യങ്ങളും എല്ലാം ലിസ്റ്റ് ചെയ്യാൻ കണക്കിനൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്ത പ്രൊജക്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ അതിന് എന്തായാലും ഫീഡ്ബാക്ക് തരുന്നതാണ്. അപ്പോൾ 5ാമത്തെ കാര്യമാണ് എങ്ങനെ നമുക്ക് ബേൺ ഔട്ട് ആവാതിരിക്കാം. നമ്മൾ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. വീക്കിലി നമുക്ക് തന്നെ ഒരു ടാസ്ക് നമ്മൾ അസൈൻ ചെയ്യുക. ആ ടാസ്ക് നമ്മൾ ചെയ്ത് തീർക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഗോള് സെറ്റ് ചെയ്യുക. നമ്മൾ എന്തിനിത് ചെയ്യുന്നു എന്നൊരു ഗോള് സെറ്റ് ചെയ്യുക, ലോങ് ടേം വിഷനായിട്ട്. അത് സ്പ്ലിറ്റാക്കി നമ്മൾ വീക്കിലി അത് അച്ചീവ് ചെയ്യുന്നു എന്നും ഉറപ്പുവരുത്തുക. ഒരുപാട് പേർക്ക് വരുന്നൊരു പ്രശ്നമാണ് ട്യൂട്ടോറിയൽ ഹെൽ. എല്ലാവരും ട്യൂട്ടോറിയൽ നോക്കിക്കൊണ്ടിരിക്കും. ഒരു 99% ഓഫ് ദ ടൈമും ട്യൂട്ടോറിയൽ നോക്കിക്കൊണ്ടിരിക്കും, കോഡ് ചെയ്യത്തില്ല.
വരത്തില്ല. എന്നിട്ട് വന്ന് കോഡ് ചെയ്യാൻ നോക്കുമ്പോൾ നടക്കത്തില്ല. അപ്പോൾ ട്യൂട്ടോറിയൽ മിനിമലായിട്ട് കാണുക. ഈ ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞിട്ട് ഓണായിട്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ മൈൻഡ് വെച്ച് തന്നെ നമ്മൾ തന്നെ ഇരുന്നൊന്ന് കോഡ് ചെയ്യുക. അല്ല ട്യൂട്ടോറിയൽ കണ്ടതുപോലെ ഫുൾ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്ത് കോപ്പി പേസ്റ്റ് ചെയ്താലും അത് മനസ്സിലാക്കി കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, 1.5 വർഷം ട്യൂട്ടോറിയലിൽ തന്നെ കിടന്നു. പിന്നെ അവൻ വേറെ വലുതായിട്ടൊന്നും നോക്കിയില്ല. പിന്നെയാണ് അവൻ ആ കാര്യം മനസ്സിലായത്. അവൻ വെറുതെ ട്യൂട്ടോറിയൽ കണ്ട് പോവുകയാണെന്ന്. ട്യൂട്ടോറിയൽ കാണുന്നതിന് പകരം കണ്ട കാര്യം വെച്ച് ബിൽഡ് ചെയ്യുക, പഠിച്ച സംഭവം വെച്ച് ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക, പുതിയ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ബിൽഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഗ്രസ് നമ്മൾ നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പെർഫെക്ഷൻ്റെ പുറത്ത് പോകരുത്. പ്രോഗ്രസ് ഉണ്ടാക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ ഒരു 80-20 റൂളുണ്ട്, അതും ഫോളോ ചെയ്യുക. നമ്മൾ 80% സമയവും കോഡ് ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്യുക. 20% ടൈം മാത്രം നമ്മൾ ട്യൂട്ടോറിയൽസും ഡോക്യുമെൻറ്റേഷൻസും വായിക്കാൻ വേണ്ടി ഇനിഷ്യലി ഇരിക്കുക. പക്ഷേ ഇത് ഇങ്ങനെ നടക്കത്തില്ല ഒരിക്കലും. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും നോക്കുക. പിന്നെ വേറൊരു കാര്യമാണ്, ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്യുന്നത് ഒരു വലിയൊരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്യുക, മാക്സിമം റീഡ് ചെയ്യുക. ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്യാൻ പലർക്കും മടിയായിരിക്കും. പക്ഷേ ഒരു പ്യുവർ സംഭവം തോന്നിയാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നതിലും നമ്മൾ ChatGPT നോക്കി മനസ്സിലാക്കണേലും ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ പോയി പെർഫെക്റ്റ്ലി ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. ഈ 20% നമ്മളിടുന്ന എഫേർട്സ് ഈ 80% ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ 2025 വെബ് ഡെവലപ്മെന്റ് ഒന്നേന്ന് പഠിക്കുകയാണെങ്കിൽ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഡൂവബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, ഈ സംഭവം സെറ്റാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.